ഇന്ന് രാവിലെ ക്രൈമിൻ്റെ ചീഫ് എഡിറ്റർ ടി.പി. നന്ദകുമാർ സാറിന് ഒരു ഫോൺ കോൾ വന്നിരുന്നു. തിരുവനന്തപുരത്ത് സാന്ത്വന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ലൈനാണ് ഇത്. രാമപുരം റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ലൈനാണ്. സാന്ത്വന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ലൈനിലാണ്. ഇവിടെ ഒരു ഡ്രെയിനേജ് പ്രോബ്ലം ഞാൻ എടുത്തിരുന്നു. ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഡ്രെയിനേജ് പ്രോബ്ലം ഇവിടുത്തെ നാട്ടുകാർക്ക് നടന്നു പോകാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ ഹെൽത്ത് മിനിസ്റ്ററെ വിളിച്ചു. അവിടുന്ന് ദീപക് സാറും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻകാർ തക്ക സമയത്ത് തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും അവരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഈ ഇവിടുത്തെ ചറുകലും വഴുതലും ഉള്ള ഈ ഓടയും ഇവിടുത്തെ ഈ റോഡും അവർ നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് അത് ക്ലിയർ ആക്കിയത്. ഇതിനകത്ത് ഈ ഓടയ്ക്കകത്ത് ചിരട്ട, വലിയ കമ്പി തുടങ്ങിയ സാധനങ്ങൾ കൊണ്ട് നിറച്ച് തടസ്സപ്പെടുത്തി വെച്ചിരുന്നതിനാണ് ഈ വേസ്റ്റ് വെള്ളം മൊത്തം ഈ റോഡിലോട്ട് വീണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിനും ഗതാഗതത്തിനും എല്ലാം തടസ്സം ഉണ്ടാക്കി. ഭയങ്കര സ്മെല്ലായിരുന്നു. ഞങ്ങൾ ഇടപെട്ടു. ക്രൈംകാരാണ് ഇടപെടുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർ വളരെയധികം സീരിയസ് ആയിട്ട് വിഷയം ഏറ്റെടുത്തു. അവരത് പരിഹരിക്കുകയും ചെയ്തു. തിരുവനന്തപുരം അമ്പലമുക്ക് സാന്ത്വന ഹോസ്പിറ്റൽ ജംഗ്ഷൻ്റെ അടുത്തായിട്ട് രാമപുരം റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു പബ്ലിക് റോഡാണ് ഈ കാണുന്നത്. അസോസിയേഷനകത്ത് താമസിക്കുന്ന 16ഓളം ഫാമിലിക്കുള്ള അവർക്ക് ഈ റോഡിലോട്ട് ഓട്ടോറിക്ഷ മാത്രമേ കയറുള്ളൂ. കാറ് കയറുന്ന റോഡല്ല ഇത്. ടാറിട്ട റോഡാണ്. മുകളിൽ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ളൊരു പാസേജാണ്. ഈ റോഡിൻ്റെ അടിഭാഗത്തൂടെയാണ് ഡ്രെയിനേജ് സംവിധാനങ്ങളുള്ളത്. എല്ലാ വീടുകളുടെയും വേസ്റ്റ് വാട്ടർ ഈ റോഡിൻ്റെ അടിഭാഗത്തുള്ള ഡ്രെയിനേജ് വഴിയാണ് പോകേണ്ടത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ റോഡ് ദുരിതത്തിലാണ്. ഈ റോഡിന് ചുറ്റും താമസിക്കുന്ന വീട്ടുകാർ അവരുടെ വേസ്റ്റ് വാട്ടറുകളെല്ലാം ഈ റോഡിലൂടെ അങ്ങ് ഒഴുക്കി വിടുകയാണ്. ഒഴുക്കി വിടുക എന്ന് പറഞ്ഞാൽ അടിയിലോട്ട് കൊടുത്തിരിക്കുന്ന റോഡിൻ്റെ അടിഭാഗത്തൂടെ പോയിരിക്കുന്ന ഡ്രെയിനേജ് സംവിധാനങ്ങളെല്ലാം പൊട്ടി റോഡിലേക്ക് ഒലിക്കുകയാണ്. അപ്പോൾ ഈ റോഡിൻ്റെ പരിസരത്ത് താമസിക്കുന്നവർക്ക് ഒന്നാമത്തെ കാര്യം ഈ റോഡിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല. ഈ റോഡിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും മാത്രമേ കയറുള്ളൂ. കാറ് കയറുന്ന അത്ര വീതിയുള്ളൊരു റോഡല്ല. കാൽനട യാത്രക്കാരാണ് കൂടുതലും. നടന്നു പോകുന്നവരെല്ലാവരും തന്നെ ഈ റോഡിൻ്റെ ദുരവസ്ഥ കാരണം മറിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. ഒരുപാട് വയസ്സായ അമ്മമാരും പൂവന്മാരും ഒക്കെ ഉള്ള ഒരു റോഡാണ്. ഈ റോഡിലൂടെ അവർക്ക് ഓൾഡേജിലുള്ള ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റില്ല. നടക്കുമ്പോൾ അവരപ്പോൾ തന്നെ ചറുകി വീഴുകയാണ്. പച്ച പായൽ കൊണ്ട് നിറഞ്ഞ് വൃത്തികെട്ട വെള്ളവും നാറ്റവും ദുർഗന്ധം കാരണം ആൾക്കാർ മൂക്ക് പൊത്തിയാണ് നടക്കുന്നത്. ഒരു വർഷമായിട്ട് അധികാരികളുടെ, അതായത് നമ്മുടെ കോർപ്പറേഷനിൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക്, പേരൂർക്കട SHOയ്ക്ക്, ഗവൺമെൻറ്റിൽ ഹെൽത്ത് മിനിസ്റ്റർക്കൊക്കെ പരാതി കൊടുത്തിട്ടും ഇതിനൊരു പരിഹാരവും കാണാതെ ഒരു വീട്ടമ്മയ്ക്ക് ആഹാരം പോലും കഴിക്കാൻ വയ്യ. ഈ വേസ്റ്റ് വാട്ടർ പൊട്ടി അവരുടെ വീട്ടിലോട്ട് ഓടുകയാണ്. അങ്ങനെ അവർ നമ്മുടെ ക്രൈമിൽ ബന്ധപ്പെട്ടു. നന്ദകുമാർ സാറിനെ വിളിച്ച് കരഞ്ഞ് നിലവിളിച്ചു, സാറേ എനിക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല, അധികാരികൾ കണ്ണ് തുറക്കുന്നില്ല, ഒരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് സാറ് നിർദ്ദേശിച്ചതിന് പ്രകാരമാണ് ഞാൻ രാജിയും കൂടെ ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ ഈ റോഡിൻ്റെ ദുരവസ്ഥ കണ്ട് ഞങ്ങൾക്ക് പോലും നടന്നു കയറി വരാൻ പറ്റാത്ത അത്ര ദുരന്തമാണ് ഞങ്ങൾ കണ്ടത്. ദുർഗന്ധം കാരണം ഈ റോഡിലോട്ട് മൂക്ക് പൊത്താതെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ അവിടെ നിന്ന് കല എന്ന് പറയുന്ന വീട്ടമ്മയോടും മറ്റ് 2 വീട്ടമ്മമാരോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അവർ കരയുകയാണ്. ഒരു പരിഹാരം ഇതിനുണ്ടാക്കാൻ ആരുമില്ല. എത്ര പരാതിപ്പെട്ടിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ ഫോൺ എടുക്കൂല, വാർഡ് കൗൺസിലറോട് പരാതിപ്പെട്ടിട്ട് രക്ഷയില്ല, ഹെൽത്ത് മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു ഒരു രക്ഷയില്ല, എന്ത് ചെയ്യണം, പേരൂർക്കട SHOയ്ക്ക് പരാതി കൊടുത്തു ഒരു രക്ഷയില്ല. ഞാൻ അപ്പോൾ തന്നെ വാർഡ് കൗൺസിലർ സുരാദേവിയെ വിളിച്ചു. സുരാദേവി എന്നോട് വളരെ ധിക്കാരപരമായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കൗൺസിലർ വഴി നടക്കില്ല എന്ന്. ഞാൻ ഉടനെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചു. 15 വട്ടം ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് പോലും അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പേരൂർക്കട SHOയെ വിളിച്ച് സംസാരിച്ചു. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നാണ് അവർ പറയുന്നത്, കോർപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹെൽത്ത് മിനിസ്റ്ററുടെ ഓഫീസ് വിളിച്ചു. അപ്പോൾ ഹെൽത്ത് മിനിസ്റ്ററുടെ ഓഫീസിൽ ആരാണ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്രൈമിൻ്റെ ഓഫീസിൽ നിന്നാണ്, ഇങ്ങനെ ഒരു പരാതി കിട്ടി, ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായി, വളരെ ദുരന്തമാണ്, ഒരുപാട് രോഗാണുക്കളാണ്, കൊതുക് കാരണം നിർവാഹമില്ല, ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം വലിയ അസുഖ ബാധിതരായിട്ടാണ് അവർ മാറാൻ പോകുന്നത്, എനിക്ക് പോലും ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കൊതുകിൻ്റെ ശല്യം കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹെൽത്ത് മിനിസ്റ്ററുടെ ഓഫീസിലുള്ള ദീപക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഒരു അരമണിക്കൂറിനുള്ളിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം, ഒരു അരമണിക്കൂറിനുള്ളിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ രാമപുരം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, ക്രൈമിൻ്റെ ആൾക്കാരാണോ, തിരികെ വരണം,
ഞങ്ങൾ ഈ റോഡിൻ്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാജിയും കൂടെ തിരികെ വീണ്ടും ഈ അമ്പലമുക്ക് സാന്ത്വന ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ എത്തുമ്പോൾ പിന്നെ അവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാവരും, അവരെയാണ് ഈ കൂടി നിൽക്കുന്ന ആൾക്കാരെല്ലാവരും. റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ അദ്ദേഹം എങ്ങോട്ടോ പോയിരിക്കുകയാണ്. മുൻ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരെല്ലാം കൂടി ഇവിടുത്തെ ഈ ഡ്രെയിനേജ് സിസ്റ്റം ത്തിൻ്റെ അപാകതകൾ പരിഹരിക്കാനായിട്ട് ഒരാളെ കൊണ്ടുവന്നു. അദ്ദേഹം ഇതിൻ്റെ ഡ്രെയിനേജിൻ്റെ ഓപ്പൺ ആക്കുന്നു. അദ്ദേഹം ഇതിൻ്റെ തടസ്സങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇതിനകത്ത് വലിയ ചിരട്ടയും കമ്പിയൊക്കെ വന്ന് അടഞ്ഞ് തടസ്സപ്പെട്ട് വെള്ളം പോകാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് ഈ വേസ്റ്റ് വാട്ടർ പൊട്ടി ഈ റോഡിലേക്ക് ഒഴുകിയത്. അരമണിക്കൂർ കൊണ്ട് കുറേ ആൾക്കാർ പ്രവർത്തിച്ചാണ് പെട്ടെന്ന് തന്നെ ഈ റോഡിൻ്റെ ദുരന്താവസ്ഥയ്ക്ക് അരമണിക്കൂർ കൊണ്ട് പരിഹാരം കണ്ടു. കഴിഞ്ഞ 1 വർഷമായിട്ട് പരിഹാരം കാണാത്ത ഈ കാര്യം ഇന്ന് അരമണിക്കൂർ കൊണ്ട് പരിഹാരം കണ്ടു. ഇതിന് ഞങ്ങൾ ഈ ഹെൽത്ത് മിനിസ്റ്ററുടെ ഓഫീസിനോട് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. കാരണം തക്ക സമയത്ത് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. ദീപക് സാറിന് പ്രത്യേകം നന്ദി സാർ. നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ നാട്ടിൻ്റെ മുതൽക്കൂട്ടുകളായ ഉദ്യോഗസ്ഥരാണ് ദീപക് സാറിനെ പോലുള്ള ഉദ്യോഗസ്ഥർ. അതുപോലെ രാമപുരം റെസിഡൻസ് അസോസിയേഷനിലെ പിന്നെ മുൻ സെക്രട്ടറി, പ്രസിഡൻറ്റ്, മറ്റ് നാട്ടുകാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി.